കണ്ണൂർ ഫർലോങ്ങരയിൽ ചാരായ വാറ്റ് പിടിക്കാനെത്തി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ CH നസീബിന് പരിക്കേറ്റു. പ്രദേശത്ത് നിന്ന് 3.5 ലിറ്റർ ചാരായവും 10 ലിറ്റർ വാഷും പിടികൂടി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചാരായ വാറ്റ് പിടിക്കാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെയാണ് ചിലർ തടയുന്നത്. വാറ്റിയ ചാരായത്തിന്റെ ഭാഗവും വാഷും പിടിച്ചെടുത്തിട്ടുള്ളതാണ് അറിയുന്നത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ചാരായം വാറ്റിയതും പോരാ, ഉദ്യോഗസ്ഥരുടെ മെക്കിട്ട് കയറിയതും പോരാ, ഇതെന്താണ് സംഭവിച്ചത് അർജുൻ? ഡോക്ടർ അരുൺകുമാർ, അതായത് നടുവിൽ ഫർലോങ്ങരയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ ചാരായ വാറ്റ് നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ, അവിടെയുള്ള ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ CH നസീബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പറയുന്ന ബിജേഷിൻ്റെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം ഇയാളിൽ നിന്നും ചാരായം ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ എക്സൈസിൻ്റെ വാഹനത്തിൽ ഈ ബിജേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ളവർ അവിടെ സംഘടിച്ചെത്തുകയും എക്സൈസിൻ്റെ വാഹനം ഉൾപ്പെടെ തടയുകയും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യം പറയുകയും എക്സൈസ് ഉദ്യോഗസ്ഥരെ കല്ലെടുത്ത് ആക്രമിക്കാനും ഉൾപ്പെടെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നസീബ് ചികിത്സയിലാണ്. ഇദ്ദേഹത്തെ കല്ലുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഭാഗമായാണ് നസീബ് ഈ ചികിത്സ തേടിയിട്ടുമുള്ളത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ബിജേഷ്, അതായത് ചാരായം വാറ്റിയിട്ടുള്ള ബിജേഷിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ വാഹനം തടഞ്ഞ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മനു, സേതു, രഞ്ജിത്ത്, മഹേഷ് എന്നിവർക്കെതിരെയും ആലക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ആകെ 3.5 ലിറ്റർ ചാരായവും അതുപോലെ തന്നെ 10 ലിറ്റർ വാഷും, ചാരായം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വാഷും ഇവിടെ നിന്നും പിടികൂടിയിട്ടുമുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഈ പറയുന്ന വാഹനം തടഞ്ഞത് ഉൾപ്പെടെയുള്ളവരെ, അല്ലെങ്കിൽ നാട്ടുകാർ ഉൾപ്പെടെ ആയിട്ടുള്ളവരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആലക്കോട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ബിജേഷ് ഇപ്പോൾ എന്തായാലും എക്സൈസിന്റെ കസ്റ്റഡിയിലുമാണ്. ഡോക്ടർ താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ഫർലോങ്ങരയിലാണ് സംഭവം നടന്നിരിക്കുന്നത്.